സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശിവൻ നാരായണീയത്തിൽ 11ാമത്തെ ദശകത്തിൽ ദിതിക്ക് അതായത് കശ്യപ മഹർഷിയിലും കൂടി ആ ജയവിജയന്മാർ പിറന്ന കാര്യം പറയണം. സനകാദികൾ ഭഗവാനെ കാണാൻ പോയി തടുത്തത് കാരണം അസുരന്മാരായി പോകാൻ ശപിച്ചു ജയവിജയാദികളെ. ആ ശപിച്ചത് കാരണം കശ്യപന് ദിതിയിൽ, അസുരമാതാവായിരിക്കുന്ന ദിതിയിൽ ഇവർ പുത്രന്മാരായി പിറന്നതിനെ കാണിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം. ത്വദീയ ഭൃത്യാവത കാശ്യപാത്തോ സുരാരിവീരാദിതോദിതോദോ സന്ധ്യാസമുത്പാദനഘട്ടചേഷ്ടൗ യമോചലോകസ്തേ മാഭിവാന്യോ. ത്വദീയ ഭൃത്യാവത, അങ്ങയുടെ ആ 2 ഭൃത്യന്മാർ ആവട്ടെ കാശ്യപനിൽ സുരാരി വീരാ ഉദിതോദിതോദോ, അസുരമാതാവായിരിക്കുന്ന ദിതിയിൽ 2 പുത്രന്മാരായിട്ട് പിറന്നു എന്ന് പറയാണ്. എല്ലാ പ്രവൃത്തികൾക്കും 2 കാരണമുണ്ട്. ഒന്ന് യഥാർത്ഥ കാരണവും ഒന്ന് നിമിത്ത കാരണം. ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ കാരണങ്ങളുണ്ടാവും. ഒന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനാണ് നിമിത്ത കാരണം എന്ന് പറയും. യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ അതല്ല, അത് തലേ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ മുമ്പ് ജന്മങ്ങളിലോ ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ജന്മം അങ്ങനെ വരുന്നത്. ഇപ്പോൾ രോഗം വന്നു, പകർച്ച കൊണ്ട് ഒരാളിൽ നിന്ന് വലിയ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ, അത് നിമിത്ത കാരണമാണ്. പക്ഷെ ആ സമയത്ത് ആ രോഗം ഉണ്ടാവാൻ ഉള്ള പ്രവൃത്തി അയാൾ മുൻജന്മത്തിൽ ചെയ്തതാണ് യഥാർത്ഥ കാരണം. 2 കാരണം എല്ലാ പ്രവൃത്തികൾക്കും ഉണ്ട്. ഒരാൾ മരിച്ചു, ആക്സിഡൻ്റ് ആവാം, ഹൃദയാഘാതമാവാം, അയാൾ മരിച്ചു. പക്ഷേ ആ സമയത്ത് അയാൾ മരിക്കണം എന്നത് മുമ്പേ ജന്മത്തിൽ കാരണം ഉണ്ടാവുന്നതാണ്. ഒരാൾ വിവാഹിതനായി നമ്മൾ ആലോചിച്ചു വിവാഹം നടത്തി എന്നുള്ളതേ നിമിത്ത കാരണമുള്ളൂ. പക്ഷെ ആ 2 വ്യക്തികൾ വിവാഹിതനാവണം എന്നതിന് മുൻ ജന്മത്തിലുള്ള ബന്ധം കാരണമാവും. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങനെ വന്നത് എന്നാണ്. അപ്പോൾ എല്ലാ പ്രവൃത്തികൾക്കും ഇന്ന ആൾക്ക് ഇന്ന ആൾ മകനാവണം മകളാവണം എന്നതുകൂടി മുൻജന്മത്തിൽ കാരണങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നിമിത്ത കാരണമാണ് എന്ത്? സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും, സന്ധ്യാസമയത്ത് ജനിക്കാനിടയായതുകൊണ്ട്. യഥാർത്ഥ കാരണം ശാപമാണ്. യഥാർത്ഥ കാരണം ശാപവും നിമിത്ത കാരണം കശ്യപൻ ദിതിയിൽ സന്ധ്യാസമയത്ത് പുത്രോത്പാദനം നടത്തിയത്. ഇപ്പം ദിതിക്ക് തോന്നി പുത്രന്മാർ വേണം, ദേവന്മാരോട് എതിരിടണം, അവർക്ക് തുല്യമായിട്ട് നിൽക്കണം, അവരെയൊക്കെ വെല്ലാൻ സാധിക്കണം. അതിന് തനിക്ക് എന്താണ് വേണ്ടത്? പുത്രന്മാരുണ്ടാവണം. നല്ല പുത്രന്മാരുണ്ടായാലാണല്ലോ അവരെ പോലെ നമുക്കാവണം, അതിനൊക്കെ സാധിക്കുക. അപ്പം കശ്യപൻ പറഞ്ഞു, സന്ധ്യാസമയത്ത് ദിതി ഇങ്ങനത്തെ പ്രവൃത്തികൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. കാരണം സന്ധ്യ എന്ന് പറയുന്നത് പരമേശ്വരൻ്റെ മുഹൂർത്തമാണ്. ഓരോ സമയങ്ങളും ഓരോരോ മുഹൂർത്തം ഉണ്ടത്രേ. ഇപ്പോൾ ഭദ്രകാളി അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ കുറച്ച് രാത്രിയാണ് വരിക. ഒരു 9 മണിയോ 8 മണിയോ ഒക്കെ ആയാൽ സന്ധ്യ കഴിഞ്ഞിട്ടുള്ളതാവാം. ഭഗവതി സേവ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വൈകിട്ടാണ് ചെയ്യുക. നേരെ സന്ധ്യയ്ക്ക് ചെയ്യണമെന്നില്ല. കാരണം സന്ധ്യയ്ക്ക് ശിവനാണ് പ്രാധാന്യം. ആണ് നമശിവായ ചെല്ലണം. വേറെ നാമങ്ങളൊന്നുമല്ല പറയണത്. വേറെ നാമം ചെല്ലണം എന്നും കൂടിയല്ല പറയണത്. നമശിവായ ചെല്ലണം എന്ന് തന്നെ പറയണം. എന്താ കാരണം? സന്ധ്യയ്ക്ക് നമശിവായ ചെല്ലിയാൽ അതിനൊരു ഫലം വേറെ തന്നെയുണ്ട്. വേദം ഉച്ചരിച്ച ബലമാണെന്നാണ് പറയപ്പെട്ടു. നമശിവായ ചെല്ലിയ വേദം വേറെ ചെല്ലണമെന്നില്ല, അതേ ഫലം കിട്ടും. ദോഷമിട്ടില്ല. ഇനി പ്രഭാതത്തിൽ കുറച്ച് സാത്വികമായതുകൊണ്ട് വിഷ്ണു സഹസ്രനാമാചാര്യമൊക്കെ നല്ലത്. വൈഷ്ണവായിട്ടുള്ളത്, സാത്വികമായിട്ടുള്ളത് ഗണപതി ഹോമം ഒക്കെ രാവിലെ ചെയ്യാം. അതിന് വൈകുന്നേരം ഗണപതി ഹോമം ചെയ്യാറില്ല. ഇതാ തെറ്റുണ്ടോ എന്നറിയില്ല, ചെയ്യാറ് പതിവില്ല. രാവിലെ നേരത്തെ ചെയ്യാറുണ്ട്. കാലങ്കൂലം അങ്ങനെ ചിലതൊക്കെ പറയും. കാലുണ്ട് അതിന്. രാവിലെ അളിയേരെ നല്ല നൈസായിട്ട് അരിയണം എന്നാണ്. അത് ദഹിക്കാതിരുന്നാൽ നമുക്കത്ര ദേനക്കേട് വരിക. അപ്പം കാലം കൂലം ലോലം എന്നൊക്കെ പറഞ്ഞ് ചില ആകുമ്പം പറയും. അപ്പം അത്
പ്രഭാതത്തിൽ ചെയ്യേണ്ടതാണ് ഗണപതി ഹോമം. കുറച്ച് കഴിഞ്ഞാലും വിഷ്ണു ആവാം. 7 മണി പ്രഭാതത്തിൽ പൊതുവെ വൈഷ്ണവാവാം. സന്ധ്യയ്ക്ക് ശൈവമാണ്. സന്ധ്യാമുഹൂർത്തത്തിൽ നമഃശിവായ മാത്രം ചെല്ലിയാൽ മതി എന്നാണ്. വേറെ ചെല്ലിയതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു നമഃശിവായെങ്കിലും ചെല്ലണം. കാരണം നമഃശിവായ, നാരായണ നമഃച്യുതാന, ഒരു നാമം നമ്മൾ ശിവൻ്റെ ചെല്ലും, ബാക്കിയൊക്കെ വിഷ്ണുവിൻ്റെയും ചെല്ലും. വിഷ്ണു വേഗം പ്രസാദിക്കില്ല, ശിവൻ ഒറ്റ നാമം കൊണ്ട് പ്രസാദിക്കും എന്നാണ്. ശിവൻ ആശുതോഷനാ. അതുകൊണ്ടാണ് ഒരു നമഃശിവായും ബാക്കിയൊക്കെ നാരായണാനും അച്യുതാനും അനന്താനും അമൃതാനുമാനും വന്നത് എന്നാണ്. അപ്പം എന്തായാലും നമഃശിവായ, ഓം ഹ്രീ നമഃശിവായ, ഒന്നുമോ നാരായണായ എന്ന് ചെല്ലിയാൽ വളരെ നല്ലതാത്രേ. രണ്ടും കൂട്ടി ചെല്ലുക. ശിവൻ്റെ ഭക്തൻ ഏറ്റവും ഭക്തനാത്രേ വിഷ്ണു, വിഷ്ണുവിൻ്റെ ഏറ്റവും ഭക്തനാ ശിവൻ. അവർ തമ്മിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നല്ല, അത്ര അധികം ഐക്യമാണ്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ശിവനെ അപമാനിച്ചിട്ട് വിഷ്ണുവിനെ ഭരിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിഷ്ണുവിനെ താഴ്ത്തിയിട്ട് ശിവനെ ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ നരകത്തിൽ പതിക്കുന്ന പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഒന്നായിട്ട് കാണാൻ ഏതൊരാൾക്ക് സാധിക്കുന്നോ അവനാണ് ജ്ഞാനി. രണ്ടായിട്ട് കാണരുത്. അപ്പോൾ ഇതൊക്കെ സന്ധ്യയ്ക്ക് നിയമങ്ങളുണ്ട്. സന്ധ്യാസമയത്ത് ശിവനാമം ജപിക്കുക, ഈശ്വരകാര്യം അനുഷ്ഠിക്കുക, ഗായത്രി ചൊല്ലുക. അതിന് പകരം ദിതി, നീ ഇപ്പോൾ പറയുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് എന്ന് കശ്യപൻ പറഞ്ഞു നോക്കി. പക്ഷേ ദാമ്പത്യത്തിൽ എപ്പോഴും എന്താ പറയുക, ഒരാൾ മാത്രം ശരിയായിട്ട് കാര്യമില്ല, രണ്ടാളും ശരിയാവണം. അല്ലെങ്കിൽ അതിൻ്റെ ഫലം രണ്ടു കൂട്ടരും അനുഭവിക്കുക, അതിൻ്റെ ഫലം കുട്ടികളും അനുഭവിക്കുക. അതേ നിവൃത്തിയില്ലോ. ഏതെങ്കിലും ഒരാൾ തകരാറായാൽ മതി എന്നാണ്. എന്നാൽ ഒരാൾ നന്നായാൽ പോരാ. ഒരാൾ തകരാറായാൽ അതിൻ്റെ ദോഷം എല്ലാവർക്കും ഉണ്ടാവും. ഒരാൾ നന്നായാൽ അതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. രണ്ടാളും നന്നായാൽ എല്ലാവർക്കും ഗുണം കിട്ടും. രണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ വാഹനം നമ്മൾ ഓടിക്കണു, എതിരെ വരുന്ന ആൾക്ക് ബോധമില്ലെങ്കിലോ വല്ല കാര്യമുണ്ടോ? നമ്മളെ വളരെ ശ്രദ്ധിച്ച നിയമങ്ങളൊക്കെ പാലിച്ച് ഓടിച്ചിട്ടും കാര്യമില്ല. ഇല്ലേ, നമ്മുടെ വാഹനത്തിൽ തോന്നു തട്ടും. ഇതുപോലെ ദാമ്പത്യം നമ്മൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടില്ല, മറ്റേ പുറത്തും ശരിയല്ലെങ്കിൽ അതിൻ്റെ ദോഷം മൊത്തം അനുഭവിക്കേണ്ടി വരും. വണ്ടി വന്ന് മുട്ടിയാൽ അതിലുള്ള ഒരാൾ രക്ഷപ്പെടുമോ? നിയമം പാലിച്ച ആളെ രക്ഷപ്പെടുത്തിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഇവിടെ ദിതിയാണ് തെറ്റിച്ചത്. കശ്യപൻ തെറ്റിച്ചിട്ടില്ല. പക്ഷേ ദിതിയുടെ നിർബന്ധപ്രകാരം ചിലപ്പോൾ വഴങ്ങേണ്ടി വരും, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടും തൽക്കാലത്തെ അവസ്ഥയ്ക്കനുസരിച്ച്. അതുകൊണ്ട് എന്തുണ്ടായി? യമൗച ലോകസ്യ യമാവിവാന്യു, ലോകത്തിന് 2 യമന്മാരെ എന്ന വിധത്തിൽ അതിദുഷ്ടന്മാർ. ആ കാലനോട് ഞാൻ അങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ദേഷ്യം വന്നാൽ കാലൻ എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് യമാ, കാലനെ പോലെ എല്ലാവർക്കും പേടി, ദേഷ്യം ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന 2 പുത്രന്മാർ ദിതിയിൽ കശ്യപന് ഉണ്ടായി. പൂർവജന്മത്തിൻ്റെ ശാപം യഥാർത്ഥ കാരണവും സന്ധ്യാസമുത്പാദന കട്ടചേട്ടവും, സന്ധ്യയ്ക്ക് ഉത്പാദന ചേട്ടയിൽ ഏർപ്പെട്ട നിമിത്ത കാരണം, താൽക്കാലികമായിട്ടുള്ള കാരണവും കാരണം അതിദുഷ്ടന്മാരായ 2 പേർ ഈ ലോകത്തിൽ പിറന്നു. അവരുടെ പേര്, പ്രവൃത്തികളൊക്കെ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. ഹിരണ്യപൂർവ കശിബുക്കിലേക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭോ ഭവന്നാദമശേഷലോകം ഋഷാനിരുന്ധാം നിജവാസനാന്ധൗ. ദുഷ്ടന്മാർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ ചെയ്തതൊക്കെ ഇതിൽ പറയണു. ചിലതൊക്കെ ബാക്കി അടുത്ത ശ്ലോകങ്ങൾ തുടരുക ചെയ്യണത്. ഹിരണ്യപൂർവ കശിബുക്കിലേക, ഒരാളാണ് ഹിരണ്യകശിപു. ഇപ്പം ശ്ലോകത്തിന് വേണ്ടിയിട്ട് അത് പിരിച്ചെഴുതി. ഹിരണ്യം എന്ന വാക്ക് മുമ്പിൽ ചേർന്ന കശിപു, കശിപുവിൻ്റെ മുമ്പിൽ ഹിരണ്യ ഇട്ടാൽ എന്താ ഉണ്ടാവുക? ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിനെ പറയുന്നുണ്ട്. പക്ഷേ ശ്ലോകത്തിന് അക്ഷരം തയ്ക്കാൻ ഹിരണ്യപൂർവ കശിപു, കശിപുവിൻ്റെ മുമ്പിൽ ഹിരണ്യം ചേർന്ന പേര് എന്താ? അത് ഹിരണ്യകശിപു. അത്രേ പറയാനുള്ളൂ. ഹിരണ്യപൂർവ കശിപു കില ഏക, ഏകൻ ഹിരണ്യകശിപു. മറ്റവനോ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത, അനുജൻ ഹിരണ്യാക്ഷനും. ശരിക്കും ഗർഭപാത്രത്തിൽ ആദ്യം ജനിച്ച ആളാത്രേ അനുജൻ ആയിട്ട് നമ്മൾ പറയണത്. ആദ്യം ശരിക്കും രണ്ടാമത് പ്രസവിച്ച ആളാത്രേ ഏട്ടൻ. അങ്ങനെയാവുക? രണ്ടാമത് പ്രസവിച്ച ആളാണ് ആദ്യം ഗർഭപാത്രത്തിലുണ്ടായത്. അതുകൊണ്ടാണ് രണ്ടാമത് വരുന്നത്. പിന്നീട് ഉണ്ടായ ആളാണ് പ്രസവിക്കുമ്പോൾ ആദ്യം വരിക. അപ്പം ആദ്യം പ്രസവിച്ച ആൾ അനുജനും രണ്ടാമത് പ്രസവിച്ച ആൾ ഏട്ടനുമാണെന്നൊരു പ്രമാണമുണ്ട്. ആദ്യം പ്രസവിച്ചവരെ ഏട്ടൻ നമ്മൾ സാധാരണ പറയാം. ഇരട്ടയാവുമ്പോൾ തൊട്ടോ, ഇരട്ടയാവുമ്പോഴത്തെ നിയമമാണത്, അല്ലാത്തപ്പോഴല്ല. ഇരട്ടയാവുമ്പോൾ രണ്ടാമത്തെ ആൾ ഏട്ടനും ആദ്യത്തെ ആൾ അനിയനും ആവും. എന്തായാലും അവർ പ്രസവിച്ചു. പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭോ ഭവന്നാഥമശേഷലോകം ഋഷാനിരുന്ധാം നിജവാസനാന്തോ.
അപ്പം ഇവരെന്ത് ചെയ്തു? ലോകത്തിനെ മുഴുവൻ ദ്രോഹിച്ചു. രുഷ എതിർത്തു, ദേഷ്യം കൊണ്ട്. നെരുന്താം എതിർത്തു. എല്ലാവർക്കും ഇവർ അഹിതകാരികളായി. ആർക്കും ഇവരെ പറ്റി നല്ല അഭിപ്രായമില്ല, ആർക്കും ഇവർ നന്മ ചെയ്യുകയും ഇല്ല. അങ്ങനെ രുഷ ദേഷ്യം കൊണ്ട്, നെരുന്താം എതിർത്തു, ലോകത്തെ മുഴുവന് ബുദ്ധിമുട്ടിക്കുക, എതിർക്കുക. എന്തുകൊണ്ട്? നിജവാസനാന്തവും, അതിനും അവർ ഉത്തരവാദിയല്ല. അവർക്ക് ആ വാസന കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈശ്വരപ്രേരണ കൊണ്ടും പൂർവജന്മ കർമ്മം കൊണ്ടുമാണ്. ശാപം കിട്ടിയതുകൊണ്ടാണ്. അതാണ് നിജവാസനാന്തവും. തങ്ങളുടെ പൂർവ്വജന്മ വാസന കൊണ്ടാണ് ഈ ജന്മത്തിലത്തെ കർമ്മങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. അതിന് മുഴുവൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള വാസനകളെ പ്രകടിപ്പിക്കുള്ളൂ. ഈശ്വരകഥ കേൾക്കണം എന്നുള്ളവർക്ക് അതിലേ താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അത് പൂർവ്വജന്മ വാസന. നിജ ദൃഷ നിരുന്ധാം നിജവാസനാന്തവും, തൻ്റെ വാസനകളെ കൊണ്ട് അന്ധത ഉണ്ടാക്കിയിട്ട്, അന്ധത കണ്ണ് കാണാത്തവരായിട്ട്, അറിവില്ലായ്മ കൊണ്ട് മോഹിതരായിട്ട്, അജ്ഞാനം കൊണ്ട് മോഹിതരായിട്ട് ഇത് ചെയ്യരുതാത്തതാണ് എന്നറിയാതെ കണ്ട് ലോകത്തെ മുഴുവൻ ദ്രോഹിച്ചു. ഹിരണ്യപൂർവ കശിബുക്കിലേക ഒരുത്തൻ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിബു. കശിബു എന്ന പദത്തിൻ്റെ മുമ്പിൽ ഹിരണ്യം ചേർന്ന പേര്. എന്തായി? ഹിരണ്യം പ്ലസ് കശിബു ഈസ് ഈക്വൽ ടു ഹിരണ്യകശിബു. ഹിരണ്യപൂർവ കശിബുക്കിലേക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത. മറ്റവൻ ഹിരണ്യാക്ഷൻ. സാധാരണ നമ്മൾ ഹിരണ്യാക്ഷനെ അനിയനായിട്ട് പറയും, ഹിരണ്യകശിബുവിനെ ജ്യേഷ്ഠനായിട്ടും പറയും. എന്നിട്ട് ഉഭൗ രണ്ടു പേർ, ഉഭൗ എന്ന് പറഞ്ഞാൽ രണ്ടു പേർ. ഭവന്നാഥം അശേഷ ലോകം. ഈ ലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദൈവാധീനം ജഗത് സർവം. ലോകത്തിന് മുഴുവൻ ഭഗവാൻ അധീനാണ്. ഭഗവാനാണ് ഈ ലോകം സൃഷ്ടിച്ചത്, ഭഗവാന്റെയാണ് ലോകം എന്ന് പറയാം. സൃഷ്ടിച്ച ആളുടെയാണല്ലോ ലോകം ഉണ്ടാവുക. അപ്പോൾ ഭഗവാന്റേതായ ഭവന്നാഥം, ഭഗവാനാകുന്ന അങ്ങാകുന്ന നാഥനോടുകൂടി ഈ ലോകം. ആളൊക്കെ ഉണ്ടതിന് ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. ആരാണ്? ഈശ്വരൻ. അതൊന്നും ഗൗനിക്കാതെ ഇത് ഇട്ടിച്ചിട്ടൊരു ഈശ്വരൻ ഉണ്ട് എന്നോ സൃഷ്ടികർത്താവായിട്ടുള്ള ഈശ്വരനെ മാനിക്കാതെ കണ്ട് അതിനെ തള്ളിക്കളഞ്ഞ് നിസ്സാരവൽക്കരിച്ച ഈശ്വരനെ തീർത്തും തൃണവൽഗണിച്ച് ഇവരെന്ത് ചെയ്തു? ഭവന്നാഥമശേഷ ലോകം, അങ്ങ് നോക്കി സംരക്ഷിക്കുന്ന ലോകത്തിനെ കളിച്ചു, അതിനോട് കളിച്ചു. അത് അപകടമാണ്. ഈശ്വരൻ്റെ രക്ഷാകർത്തത്തിലുള്ളൊരു സാധനത്തിനെ തൊട്ട് കളിച്ചാൽ എന്തുണ്ടാവും? ക്ഷയനാശം, അല്ലാണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് മനസ്സിലാക്കാതെ രുഷാനിരുന്താം, എല്ലാവരുടെയും ശത്രുത വാങ്ങിക്കൂട്ടി. നിജവാസനാന്തോ, അതിനാരുടെ കുറ്റം? അവരുടെ തന്നെ പൂർവ്വജന്മത്തിലുണ്ടാക്കിയിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്തത്. തദീയ ഭൃത്യാവത കാശ്യപാത്തോ സുരാരിവീരാവുദിതോദിതോദോ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടോ. അതുകൊണ്ട് സന്ധ്യാസമയത്ത് അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിരുത്തുക. പുതുതലമുറയ്ക്ക് അതൊക്കെ കേട്ട് മനസ്സിലാക്കണമെന്നാണ്. വളരെ പ്രഭാതത്തിൽ, വളരെ സന്ധ്യയ്ക്കൊന്നും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൂടാ. അതിനൊക്കെ പറഞ്ഞിട്ടുള്ള സമയം രാത്രിയുടെ യാമങ്ങളാണ്. അതേ പാടൂ. യമം വെച്ചാൽ ലോകസ്യയമാവിവന്യോ, രണ്ട് യമന്മാരെ പോലെ രണ്ട് പുത്രന്മാരെ ദിതി പ്രസവിച്ചു. ഹിരണ്യപൂർവ കശിബുക്കിലേക ഒരുത്തൻ ഹിരണ്യകശിബു. പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത, അപരൻ പരൻ ഹിരണ്യാക്ഷൻ ആയിട്ട് വിഖ്യാതമായി. രണ്ടുപേരും ഉഭൗ ഭവന്നാഥമശേഷ ലോകം, അങ്ങ് രക്ഷിക്കുന്ന ഈ ലോകം, അതിനെ എല്ലാ നിലയ്ക്കും ദ്രോഹിച്ചു. രുഷ എതിർത്തു, ദ്രോഹിച്ചു. രുഷ നെരുന്താം, എതിർക്കുക, ദ്രോഹിക്കുക എന്നുള്ള വാക്കാണ് നെരുന്താം. രുഷ ദേഷ്യത്തോടു കൂടി. രുഷ നെരുന്താം നിജവാസനാന്തോ, തങ്ങളുടെ വാസനകളാൽ മോഹിതന്മാരായിട്ട്, മോഹിപ്പിക്കപ്പെട്ട മായാമോഹിതരായി, സത്യം എന്തെന്നറിയാതെ ഈശ്വരനാൽ രക്ഷിക്കപ്പെടുന്ന ലോകത്തിനെ മുഴുവനും ദ്രോഹിച്ച് കൊണ്ട് നടന്നു അതിദുഷ്ടന്മാരായി മാറി. യഥാർത്ഥ കാരണം ശാപകാരണമാണ്, നിമിത്ത കാരണം സന്ധ്യാസമുത്പാദന ഘട്ടചേഷ്ടവും, സന്ധ്യയ്ക്കുള്ള പ്രോത്പാദനമാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.